നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. തിരുവല്ല നെല്ലാടിനും ഇരവിപ്പേരൂരിനും ഇടയ്ക്ക് ഒരു പാടമുണ്ട്. മണ്ണീട്ട് പാടം എന്നാണ് ഈ പാടത്തിൻ്റെ പേര്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ പാടം അനധികൃതമായി വസ്തുവാക്കി മാറ്റിയെന്നും ഈ പ്രദേശത്തുള്ളവർ പറയുന്നു. വസ്തുവോ പാടമോ എന്തുമാകട്ടെ, ഇപ്പോൾ ഈ പാടം മണ്ണിട്ടങ്ങ് നികത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ രസം എന്താണെന്ന് വെച്ചാൽ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ മണ്ണിടൽ പ്രക്രിയ തുടങ്ങിയ സമയത്ത് തന്നെ ഒരു പ്രമുഖ പാർട്ടി ഇവിടെ എല്ലാം കൊണ്ട് കൊടി കുത്തിയിരുന്നു. എവിടെങ്കിലും അനധികൃതമായി നിർമ്മാണമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളാണ് ഭൂസംരക്ഷകരെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് കൊടി കുത്തുന്ന ഒരു പ്രമുഖ പാർട്ടിയാണ്. ആ പ്രമുഖ പാർട്ടി ഇവിടെയും കൊണ്ടങ്ങ് കൊടികുത്തി. ഇവിടെ ഇനിയും ഇത്തരത്തിലുള്ള അനധികൃതമായ രീതിയിൽ പാടമൊന്നും നികത്താൻ പാടില്ല എന്ന് പറഞ്ഞാണ് ഈ കൊടികുത്തിയത്. എന്നാൽ ദിവസങ്ങളും ആഴ്ചകളും പിന്നിട്ടപ്പോൾ ഈ കൊടിയൊക്കെ അവർ തന്നെ എടുത്തു മാറ്റി. ഇപ്പോൾ പൂർവാധികം ശക്തിയോടെ ഇവിടെ വീണ്ടും മണ്ണിടൽ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കൊടികുത്തിയ പാർട്ടിയുടെ പൊടി പോലുമില്ല അവിടെ കാണാൻ. അപ്പോൾ ചില ആളുകളൊക്കെ ചോദിച്ചു, നിങ്ങളെന്താണ് ഇപ്പോൾ കൊടി കുത്താത്തത് എന്ന്. അപ്പോൾ അവർ പറഞ്ഞത്, നാട്ടിൽ വരുന്ന വികസനത്തിന് ഞങ്ങളെന്തിനാണ് തടസ്സം നിൽക്കുന്നത്? പക്ഷേ ആളുകൾ പറയുന്നു വികസിച്ചതൊക്കെ ഇവരുടെ പോക്കറ്റാണ് എന്ന്. എന്തായാലും ഈ മണ്ണിടുന്ന പരിപാടിക്കെതിരെ ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമാണ് മുന്നോട്ട് വന്നത്. അത് കേരള കോൺഗ്രസ് പാർട്ടിയാണ്. കേരള കോൺഗ്രസ് പാർട്ടി ഈ മണ്ണിടുന്ന പ്രമുഖർക്കെതിരെ സമരവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ സമരത്തിന് ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടി പോലും പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല എന്നതൊരു കാര്യം. അതിലുപരിയായിട്ട് കേരളത്തിലെ പ്രമുഖ പത്രങ്ങളിൽ അടക്കം പ്രാദേശികമായി ഇവർ ഈ വാർത്ത നൽകി. ഈ പ്രമുഖ മാധ്യമങ്ങൾ പോലും ഈ വാർത്ത നൽകിയില്ല. ഇതിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്തായാലും ഈ മണ്ണിടൽ പരിപാടി ഇനിയും തുടരുവാണെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് കേരള കോൺഗ്രസ് ഭാരവാഹികൾ തിരുവല്ല മീഡിയയോട് പ്രതികരിച്ചത്. കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധ സംഗമം കേരള കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റും UDF ജില്ലാ ചെയർമാനുമായ അഡ്വക്കേറ്റ് വർഗീസ് മാവൻ ഉദ്ഘാടനം ചെയ്തു. റിപ്പോർട്ട് കേൾക്കാം. കേരള കോൺഗ്രസ് ഇരവിപ്പേരൂർ മണ്ഡലം പ്രസിഡന്റ് എബി പ്രയാറ്റുമണ്ണിൽ അധ്യക്ഷത വഹിച്ചു. മണ്ണേട്ടുപാലം പോലെയുള്ള നിരവധി പാടങ്ങൾ ഇതിനു മുമ്പ് നികത്തപ്പെട്ടതിൻ്റെ ഭാഗമായാണ് ഇരവിപ്പേരൂരിൽ വർഷാവർഷം വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതെന്നും ഇനിയും ഇതുപോലുള്ള പരിസ്ഥിതി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും വെച്ചു പൊറിപ്പിക്കാൻ സാധിക്കുക ഇല്ല എന്നും ജനകീയ പ്രക്ഷോഭം ഉദ്ഘാടനം ചെയ്ത അഡ്വക്കേറ്റ് വർഗീസ് മാമൻ പറഞ്ഞു. നടത്തിയ ഈ സമരത്തെ ഞാൻ ആദ്യം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്. സമരപരിപാടികൾ ഏറ്റെടുത്തുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ ഏത് ഉന്നതനാണെങ്കിലും ശരി, അവരുടെ ഒന്നും സ്വാധീനത്തിന് വഴങ്ങാതെ പൊതുജനങ്ങളുടെയും രാജ്യത്തിൻ്റെയും നാടിനെയും നന്മയ്ക്ക് വേണ്ടിയുള്ള സമരങ്ങളുമായി കേരള കോൺഗ്രസ് പാർട്ടി മുമ്പോട്ട് പോകും എന്നതിൻ്റെ പ്രധാന തെളിവാണ് ഇരുവേരിൽ ഈ മണ്ണിട്ട് പാലം ഈ നികത്തുന്നതിനെതിരെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഇരുവേര് മണ്ഡലം കമ്മിറ്റി നടത്തുന്ന ഈ സമരം. ഇതിനെതിരെ ഇവിടെ സൂചിപ്പിച്ചു, 2018 കേരളത്തിൽ നടന്ന പ്രളയം, ആ പ്രളയം ഒരു മനുഷ്യനിർമ്മിത പ്രളയമായിരുന്നെങ്കിൽ പോലും അണക്കെട്ടിൽ നിന്നും തുറന്നുവിട്ട വെള്ളം ഒലിച്ചു പോകുന്നതില്ലാതെ നമ്മുടെ സമസ്ത മേഖലകളിലും വെള്ളത്തിനെതിരായ ഒരു കാഴ്ച, അതുമൂലം കോടിക്കണക്കിന് നഷ്ടം നമ്മുടെ ജനങ്ങൾക്കുണ്ടായി. നിരവധി ജീവനുകൾ നമുക്ക് നഷ്ടപ്പെട്ടു. ഇതൊക്കെ ഈ നാട്ടിൽ നടന്നിട്ടും അതിൽ നിന്നൊന്നും പഠിക്കാതെ ഗവൺമെൻറ്റിൻ്റെ ഒത്താശയോടുകൂടി, ഈ നാട്ടിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒത്താശയോടുകൂടി ഈ നടക്കുന്ന മണ്ണിട്ട് നികത്തുന്ന നിയമവിരുദ്ധമായ നടപടിയെ ഏതറ്റം വരെയും കേരള കോൺഗ്രസ് പാർട്ടി അതിശക്തമായ സമരത്തിലൂടെ നേരിടും, അതിനെ എതിർക്കും എന്ന് പറയുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇരുവേരി മണ്ഡലം കമ്മിറ്റിയാണ് ഇന്ന് ഈ സമരം നടത്തിയെങ്കിൽ നാളെകളിൽ ആറന്മുള നിയോജകമണ്ഡലം കമ്മിറ്റിയും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും ഈ സമരം ഏറ്റെടുക്കും. ഇതിന് പുറകിലുള്ള ഭൂമാഫിയ ആരാണെങ്കിലും ശരി, അവർ ഒത്താശ ചെയ്യുന്നവരാരാണെങ്കിലും ശരി, അവർ ഈ പരിപാടി ഇവിടം കൊണ്ട് അവസാനിപ്പിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കേരള കോൺഗ്രസ് ഇരവിപ്പേരൂർ മണ്ഡലം പ്രസിഡന്റ് എബി പ്രയാറ്റുമണ്ണിൽ അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയി ചാണ്ടപ്പിള്ള, കേരള യൂത്ത് ഫ്രണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനീഷ് വി ചെറിയാൻ കുറ്റിയിൽ, ബ്ലോക്ക് മെമ്പർ എൽസ തോമസ്, കേരള കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി സാബു കുന്നുംപുറത്ത്, ആൻഡ്രൂസ് പുറത്തുമുറിയിൽ, SK പ്രദീപ് കുമാർ, പ്രേം സാഗർ, രഞ്ജി തോമസ്, TM തോമസ്, ബിജു കുര്യൻ,
ചെറിയാൻ കുന്തറയിൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ.